നമുക്കിന്ന് 4, 3, 7 കോവയ്ക്ക വെച്ചൊരു തോരൻ സെറ്റാക്കാം. അപ്പം ഞാനിവിടെ കോവയ്ക്ക ആദ്യം നീളത്തിലും പിന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നും. എല്ലാ കോവയ്ക്കയും നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കൂടാതെ ഒരു സവാള കൂടി നമുക്കിങ്ങനെ കുഞ്ഞതാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെക്കാം. പാൻ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇനി എണ്ണ ഒഴിച്ച് ചൂടായി കടുകിട്ട് വറ്റൽമുളക്, കറിവേപ്പില, സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോവയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കോവയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പം ഒരു കോവയ്ക്ക് വെച്ചൊരു അടിപൊളി